അല്ലു അർജുൻ എന്ന തെന്നിന്ത്യൻ താരരാജാവിനെതിരെ ഇത്തരമൊരു നാണംകെട്ട അറസ്റ്റ് നടപടി അത് തെലങ്കാനയിലെ ഏത് കോണിൽ നിന്നുമാണ് ഉദിച്ചു വന്നതെന്ന് ഇന്ത്യക്കാർ മാത്രമല്ല BBC വരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു നിർണായക ചോദ്യം ഇതാണ്: അല്ലുവിന്റെ ഭാര്യ സ്നേഹ റെഡ്ഡിയുടെ അടുത്ത ബന്ധു തന്നെയാണോ പണി കൊടുത്തത്? കുടുംബ ബന്ധം പോലും കണക്കിലെടുക്കാതെ താരം നേരത്തെ തന്റെ നിലപാടുകൾ എടുത്തത് ഭരണപക്ഷമായിരുന്ന BRSന് വേണ്ടി എന്നതാണോ ഇപ്പോഴത്തെ അറസ്റ്റിന് പിന്നിലെ കാരണം? അപ്പോഴത്തെ അടുത്ത ചോദ്യം: തെലുങ്ക് സൂപ്പർ താരത്തിന്റെ അറസ്റ്റിന് പിന്നിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പകയാണോ? ആ അടുത്ത ബന്ധു മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തന്നെയാണ് അല്ലുവിനെ കുടുക്കിയതും രേവന്ത് റെഡ്ഡി തന്നെയാണെന്നാണ് ഇപ്പോൾ തെലങ്കാന അടക്കം പറയുന്നത്. അപ്പോൾ പണി കൊടുത്തത് തെലങ്കാനയിലെ കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. അല്ലു എന്നാൽ മിനിറ്റുകൾക്ക് പോലും കോടികൾ വിലയുള്ള സൂപ്പർ താരം. ആന്ധ്രയിലെയും തെലങ്കാനയിലെയും ഭരണനിരത്തിലുള്ളവർ ബന്ധുക്കളും സുഹൃത്തുക്കളും. എന്നിട്ടും തനിക്ക് നേരിട്ട് പങ്കാളിത്തമില്ലാത്ത ഒരു സംഭവത്തിൽ അറസ്റ്റിലായി ഒരു ദിവസം ജയിലിൽ കഴിഞ്ഞൊരു ഞെട്ടൽ ഇതുവരെ ആരാധകർക്കും മാറിയിട്ടില്ല, അല്ലു അർജുനും മാറിയിട്ടില്ല. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ അടുത്ത ബന്ധുവാണ് അല്ലു. ഭാര്യ സ്നേഹ റെഡ്ഡിയാകട്ടെ തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവന്ത് റെഡ്ഡിയുടെ അടുത്ത ബന്ധു. ഇപ്പോൾ അല്ലുവിനെ കൊടുക്കാൻ ചരട് വലിച്ചിരിക്കുന്നത് ഇതേ രേവന്ത് റെഡ്ഡി തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങാതെ അല്ലു മാറി നിന്നതാണ് രേവന്ത് റെഡ്ഡിയെ ചൊടിപ്പിച്ചതെന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ പറയുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി തെലുങ്ക് സിനിമാ ലോകത്തെ വരുതിയിലാക്കാൻ രേവന്ത് റെഡ്ഡിയും കൂട്ടരും ശ്രമിക്കുന്നുണ്ട്. പരോക്ഷമായി സിനിമയ്ക്ക് ഫിനാൻസ് ചെയ്യാൻ തുടങ്ങി. കാരണം മുഖ്യമന്ത്രി ആയതോടെ കയ്യിൽ പണം വന്നു തുടങ്ങി. ഇതിനുള്ള ക്ഷണം അല്ലു നിരസിച്ചതാണ് രേവന്ത് റെഡ്ഡിക്ക് പക ഏറുവാൻ കാരണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. തക്കം നോക്കി നടന്ന രേവന്ത് റെഡ്ഡി കിട്ടിയ സമയത്ത് പണി കൊടുത്തുവെന്നാണ് അല്ലുവിനെ അനുകൂലിക്കുന്നവർ പ്രതികരിക്കുന്നത്. ഇതോടൊപ്പം പോലീസിന് സംഭവിച്ച അറസ്റ്റ് നാടകത്തിലെ വീഴ്ച മറച്ചു വെക്കുക എന്ന തന്ത്രവും ഈ അറസ്റ്റിന് പിന്നിലുണ്ട്. അതേസമയം അല്ലുവിന്റെ ഭാര്യ തന്റെ ബന്ധുവായിട്ട് നിയമത്തിന്റെ വഴിക്ക് തന്നെ നീങ്ങട്ടെ എന്നാണ് താനെടുത്ത തീരുമാനമെന്നാണ് രേവന്ത് റെഡ്ഡി ന്യായീകരിക്കുന്നത്. പോലീസുകാർ അവരുടെ ജോലിയാണ് ചെയ്തതെന്നും നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും രേവന്ത് റെഡ്ഡി പറയുന്നു. ഇപ്പോൾ തന്നെ വ്യക്തമായി കാണുമല്ലോ ഇതിൽ പകുതി ശരിയും പകുതി കളവുമാണെന്ന്. അല്ലു അർജുന്റെ അറസ്റ്റ് വിവാദമായതോടെ തെലങ്കാന സർക്കാരിനെതിരെ BJP അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളും വിവിധ സിനിമാ താരങ്ങളും വിമർശനം ഉയർത്തിയിരുന്നു. ഇതോടെയാണ് രേവന്ത് റെഡ്ഡി പോലീസ് നടപടിയെ ന്യായീകരിച്ച് രംഗത്തെത്തി വീണ്ടും അപഹാസ്യനായത്. രേവന്ത് റെഡ്ഡി പറയുന്നത് ഇങ്ങനെയാണ്: സന്ധ്യ തിയേറ്ററിലെത്തിയ ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസുകാരെ വിന്യസിച്ചിരുന്നു. അല്ലു അർജുൻ വെറുതെ സിനിമയ്ക്ക് ഇറങ്ങിപ്പോകുകയല്ല ചെയ്തത്, കാറിന്റെ സൺറൂഫ് വഴി അവിടെ കൂടിയിരുന്നവരെ അഭിവാദ്യം ചെയ്തു. ഇതോടെയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകുകയും തിക്കും തിരക്കും ഉണ്ടാകുകയും ചെയ്തത്. ഇതാണ് അല്ലു അർജുൻ കാറിന്റെ സൺറൂഫ് വഴി ആരാധകരെ അഭിവാദ്യം ചെയ്തതാണ് വലിയൊരു കുറ്റമായി രേവന്ത് റെഡ്ഡിയും കൂട്ടരും കണ്ടിരിക്കുന്നത്. അല്ലുവിന്റെ ഭാര്യ സ്നേഹ റെഡ്ഡി തന്റെ ബന്ധുവാണെങ്കിലും അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിൽ കുടുംബത്തെ താൻ ഇടപെടുത്തിയിട്ടില്ല എന്നാണ് രേവന്ത് റെഡ്ഡി അവകാശപ്പെട്ടത്. ഇനി ആന്ധ്രയിലേക്ക് വന്നാൽ അവിടെയും അല്ലുവിന് ശത്രുക്കളുണ്ട്. അമ്മാവൻ ചിരഞ്ജീവി മാത്രമാണ് അല്ലുവിനൊപ്പം. ചിരഞ്ജീവിയുടെ അനിയനും നടനും ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാണും ചിരഞ്ജീവിയുടെ മകൻ രാം ചരൺ തേജ എന്ന സൂപ്പർ നടനുമൊക്കെ അല്ലുവിന്റെ ശത്രുക്കളാണ്. ഇവരുടെ പിന്തുണയും അറസ്റ്റിലുണ്ടായിരുന്നെന്നാണ് അറിയുന്നത്. അമേരിക്കയിൽ പഠിച്ച സംരംഭകയാണ് സ്നേഹ. പിന്നെ ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് നേതാവും ബിസിനസ്സുകാരനുമാണ് സ്നേഹ റെഡ്ഡിയുടെ പിതാവ് കാഞ്ചർല ചന്ദ്രശേഖർ റെഡ്ഡി. ഇദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവാണ് രേവന്തിന്റെ കുടുംബം. എന്നിട്ടും സിനിമാ ലോകത്തെ പക തീർക്കാൻ വേണ്ടി ഇത്തരമൊരു ചതി ചെയ്തതാണോ അതോ രാഷ്ട്രീയ പക തീർക്കാൻ വേണ്ടിയാണോ അല്ലു അർജുനെ കിടപ്പ് മുറിയിൽ ചെന്ന് അറസ്റ്റ് ചെയ്തത് രേവന്ത് റെഡ്ഡിയുടെ പോലീസ് എന്നാണ് ഇപ്പോൾ തെലങ്കാന മുഴുവൻ ചോദിക്കുന്നത്. എന്തായാലും തമിഴിൽ ഇതുപോലുള്ള കടുത്ത നിലപാടുകളാണ് വിജയ് എന്ന നടനെ കൊണ്ട് പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിക്കാനും അതിന്റെ പ്രവർത്തനം തുടങ്ങിക്കാനും കാരണമായത്. ഇപ്പോൾ അല്ലു അർജുനും ഒരു രാഷ്ട്രീയ കക്ഷിയുമായി തെലങ്കാന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തപിക്കേണ്ടിയും വില നൽകേണ്ടിയും വരിക ഇതേ രേവന്ത് റെഡ്ഡിക്കും പാർട്ടിക്കും തന്നെയാകും, ഒരു സംശയവുമില്ല.